നമസ്കാരം. പറയാതെ വയ്യ. ആരോപണം, കുറ്റപത്രം, വിശദീകരണം, ശാസന, നടപടി. CPM VS അച്യുതാനന്ദൻ പോര് തുടങ്ങിയിട്ട് നാളേറെയായി. സത്യം പറഞ്ഞാൽ ഇത് മടുത്തു തുടങ്ങിയിരിക്കുന്നു. ഒന്നുകിൽ VS അച്യുതാനന്ദൻ പാർട്ടിക്ക് വിധേയനാകണം, അതല്ലെങ്കിൽ പാർട്ടി രണ്ടും കൽപ്പിച്ചൊരു തീരുമാനമെടുക്കണം. ഇതൊന്നുമില്ലാതെ എത്ര നാളിങ്ങനെ തല്ലും തടയുമായി മുന്നോട്ട് പോകും? എന്തുകൊണ്ടാണ് പാർട്ടിയും VSഉം ഇങ്ങനെ നിരന്തരമായി തമ്മിൽ തല്ലുന്നത്? പാർട്ടിക്ക് VSനെയോ VSന് പാർട്ടിയെയോ പൂർണ്ണമായി തള്ളിക്കളയാൻ വയ്യ. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ അതുതന്നെയാണ് കാരണം. പാർട്ടിയിലെ സ്വാധീനം നഷ്ടപ്പെട്ട ശേഷം പാർട്ടി രീതികളോടുള്ള അമർഷവും അരിശവും ഇടയ്ക്കിടെ തികട്ടി വരുമ്പോൾ VS പലതും വിളിച്ചു പറയും. അപ്പോൾ CPM നേതാവാണെന്നോ നടപടി വരുമെന്നോ പാർട്ടി ചർച്ച ചെയ്ത് അവസാനിപ്പിച്ച കാര്യങ്ങളാണെന്നോ ഒന്നും ഓർക്കാറില്ല. ഘടകകക്ഷികളിൽ ചിലതിനെ പിടക്കിവിടുന്ന സമീപനം ഉണ്ടായിട്ടുണ്ട്. അത് ജനതാദളിനോട് വൈരനിര്യാതന ബുദ്ധിയോടുകൂടി അവരെ കാണുകയും ജനതാദൾ യുവിൻ്റെ പ്രസിഡന്റ് വീരേന്ദ്രകുമാറിനെ സീറ്റ് കൊടുക്കാതിരിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തിയായി എതിർക്കുന്ന വർഗീയ പാർട്ടികൾ, മദനിയെപ്പോലുള്ള ആളുകളെ കൂട്ടുപിടിച്ച് വേദി പങ്കിട്ടിട്ട് ഇടതുപക്ഷ പാർട്ടികളുടെ സീറ്റ് കൊടുക്കാതിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ തരത്തിലുള്ള തെറ്റായ സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് മനസ്സിലാക്കി ഉണ്ടായിട്ടുള്ള തെറ്റുകൾ തിരുത്തി ഇടതുപക്ഷ മതനിരപേക്ഷ കക്ഷികളുമായിട്ടുള്ള യോജിപ്പ് കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിന് അനിർവര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലം ഉണ്ടാവുക തന്നെ ചെയ്യും. പാർട്ടിയിൽ ഒരിക്കൽ ചർച്ച ചെയ്ത് നിലപാടെടുത്ത പ്രശ്നങ്ങൾ പുതിയ സാഹചര്യമില്ലെങ്കിൽ വീണ്ടും ചർച്ചയ്ക്ക് വിധേയമാക്കാറില്ല. അംഗങ്ങളും നേതാക്കളും അഭിപ്രായം പറയേണ്ടത് പാർട്ടി ഘടകത്തിലാണ്. എത്ര വലിയ നേതാവായാലും പാർട്ടിയിലെ ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനത്തിന് വഴങ്ങണം. ഇതൊക്കെ VS അച്യുതാനന്ദൻ തന്നെ മുൻപ് മറ്റു നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുന്ന ഘട്ടങ്ങളിൽ വിശദീകരിച്ചിട്ടുള്ളതാണ്. അതെല്ലാം മറന്നാണ് നിരന്തരം പാർട്ടിക്കെതിരെ പരസ്യ നിലപാടുകൾ എടുക്കുന്നത്. ഇതെല്ലാമായിട്ടും പഴയ അച്ചടക്ക ലംഘനത്തിന്റെ കണക്ക് പറയുന്നതല്ലാതെ പാർട്ടി എന്തു നടപടിയാണ് VSനെതിരെ സ്വീകരിക്കുന്നത്? PV കാര്യങ്ങൾ ശരിയായി ധരിക്കാതെയാണ് പ്രസ്താവന പുറപ്പെടുവിച്ചതെന്നും VS മാധ്യമ അഭിമുഖത്തിൽ വ്യക്തമാക്കിയതായി കാണുന്നു. ഇത് PVയെ തന്നെ തള്ളിപ്പറയലും പോളിറ്റ് ബ്യൂറോവിനെ വെല്ലുവിളിക്കുന്നതിനും തുല്യവുമാണ്. ഈ സാഹചര്യത്തിൽ പോളിറ്റ് ബ്യൂറോ പുറപ്പെടുവിച്ച പ്രസ്താവന തെറ്റിദ്ധരിച്ചുകൊണ്ടുള്ളതല്ലെന്ന് വ്യക്തമാക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർബന്ധിതമാവുകയാണ്. VS അച്യുതാനന്ദന് പൊതുസമൂഹത്തിലുള്ള സ്വീകാര്യതയാണ് രണ്ടും കൽപ്പിച്ചുള്ള നടപടികളെടുക്കുന്ന കാര്യത്തിൽ പാർട്ടിയെ പിന്നോട്ട് വലിക്കുന്നത്. പൊതുസമൂഹത്തിന് താല്പര്യമുള്ള ഒരു കാര്യത്തിൽ VS പരസ്യമായ ഒരു നിലപാടെടുക്കുകയും പാർട്ടി അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്താൽ ജനങ്ങളുടെ പിന്തുണ VSന് കിട്ടും. പക്ഷേ തികച്ചും CPMന്റെ സംഘടനാ കാര്യങ്ങളിൽ പോലും അച്ചടക്കം ലംഘിക്കുന്ന ഒരു നേതാവിന്റെ മുന്നിൽ അച്ചടക്കത്തിന് പ്രാധാന്യമുണ്ടെന്ന് അവകാശപ്പെടുന്ന പാർട്ടിയുടെ നേതൃത്വം തോറ്റ് തൊപ്പിയിട്ട് നിൽക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും സീനിയറായ പാർട്ടി നേതാവായ സഖാവ് VSനോട് മുമ്പ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശിച്ച കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാണ് സെക്രട്ടേറിയറ്റ് ഉദ്ദേശിക്കുന്നത്. അത് പാർട്ടിയെക്കുറിച്ച് വ്യത്യസ്ത വീക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന പൊതുപ്രസ്താവനകൾ സഖാവ് ചെയ്യരുത്. സംസ്ഥാന കമ്മിറ്റിയുടെ കൂട്ടായ തീരുമാനങ്ങൾക്ക് സഖാവ് വഴങ്ങണം. CPMന്റെ തലമുതിർന്ന നേതാവ് എന്നതിലുപരി ഒരുപക്ഷെ തലമുതിർന്ന സജീവ അംഗങ്ങളിൽ തന്നെ ഒരാൾ VS അച്യുതാനന്ദനായിരിക്കും. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം പാർട്ടിയെക്കുറിച്ചോ അതിൻ്റെ നേതാക്കളെക്കുറിച്ചോ ഒട്ടുമില്ല മതിപ്പ്. വലതുപക്ഷത്തോട്ട് പോകുന്ന പാർട്ടിയുടെ ഇടത്തെ അറ്റത്തിരിക്കാൻ താൻ മാത്രമേ ഉള്ളൂ എന്നാണ് VSന്റെ മനസ്സിലിരിപ്പ്. മാത്രമല്ല പാർട്ടിക്കുള്ളിൽ ചില ഡാങ്കേയിസ്റ്റുകൾ ഉണ്ടെന്ന് വരെ മുൻപ് തുറന്നടിച്ചിരുന്നു. ഘടകകക്ഷികളെ ആട്ടിപ്പായിക്കുന്ന നേതാക്കളും പിടിപ്പില്ലാത്ത നേതൃത്വവും.
ഇതും നേതാക്കളെക്കുറിച്ചും പാർട്ടിയെക്കുറിച്ചും VSന്റെ തോന്നലാണ്. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ആലപ്പുഴ സമ്മേളന വേദിയിൽ നിന്ന് പോയതുപോലെ VSന് ഉറച്ചൊരു തീരുമാനം എടുത്തുകൂടെ? ഇത്രയും കുറ്റവും കുറവുമുള്ള പാർട്ടിയിൽ നിൽക്കുന്നത് VS അച്യുതാനന്ദന് തന്നെ ഒരു കുറവല്ലേ? ചില നേതാക്കളോടുള്ള കണക്ക് തീർക്കാൻ കഴിയുമെന്നല്ലാതെ ഈ പാർട്ടിയെ ഇനിയും തൻ്റെ വഴിക്ക് നടത്താമെന്ന് കരുതുന്നത് വെറും വ്യാമോഹം മാത്രമല്ലേ? ഒന്നുകിൽ പാർട്ടിയോ അല്ലെങ്കിൽ VSO ഒരു തീരുമാനത്തിലെത്തണം. അതല്ലാതെ വെറുതെ എന്തിനിങ്ങനെ നാട്ടുകാരെ കൊണ്ട് പറയിക്കുന്നു? VS എന്ന് പറയുന്നത് ഈ പാർട്ടിയുടെ സ്വത്താണ്. ഈ പാർട്ടിക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇതേവരെ ജീവിച്ചു വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ അപകീർത്തിപ്പെടുത്തി സ്വന്തമാക്കി കളയാമെന്ന് ഒരു വക്രബുദ്ധികളും ചിന്തിക്കേണ്ടതില്ല. പാർട്ടി അംഗീകരിച്ച പൊതുനിലപാടിൽ നിന്ന് വ്യത്യസ്തമായ പരസ്യ പ്രസ്താവനകൾ VSന്റെ ഭാഗത്തു നിന്നുണ്ടായതാണ്. അതേ നിലപാട് തുടരുകയും പാർട്ടിയിൽ ഫാസിസ്റ്റ് മനോഭാവം ആരോപിക്കുകയും ചെയ്യുന്ന പാർട്ടി വിരുദ്ധ മാനസികാവസ്ഥയിലേക്ക് VS തരം താണിരിക്കുന്നു. സംസ്ഥാനത്ത് ഒരു സമാന്തര പാർട്ടി നേതൃത്വത്തിന് താൻ നേതൃത്വം നൽകുമെന്നാണോ സഖാവ് VS ഉദ്ദേശിക്കുന്നത്? അത്തരത്തിലുള്ള ഒരു നീക്കവും പാർട്ടി വെച്ചു പൊറുപ്പിക്കുകയില്ല. താൻ ഇടത്തിരിക്കുമ്പോൾ പാർട്ടി വലത്തോട്ട് പോകുന്നു എന്നുള്ളതാണ് VS അച്യുതാനന്ദന്റെ പരാതി. അത് VS പാർട്ടി പ്രശ്നം. ഇതിനിടയിലാണ് ചില തീവ്ര ഇടതന്മാരെ കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ പരാമർശം വന്നിരിക്കുന്നത്. മാവോയിസ്റ്റ് ആകുന്നത് ഒരു തെറ്റല്ലെന്ന് സംസ്ഥാന ഹൈക്കോടതി തുറന്നു പറഞ്ഞിരിക്കുന്നു. മാവോയിസ്റ്റ് ആകുന്നത് കുറ്റമല്ലെന്ന് കോടതി പറയുകയോ ആർക്കും സംശയം തോന്നാം. പക്ഷേ ഹൈക്കോടതി സംശയത്തിനിട നൽകാത്ത വിധത്തിലാണ് കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മാവോയിസ്റ്റുകൾ എന്ന പേരിൽ സംശയിച്ച് നിരപരാധികളെ പോലും അറസ്റ്റ് ചെയ്യുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ പതിവായിട്ടുണ്ട്. ഇത്തരമൊരു കേസിന്റെ കാര്യത്തിലാണ് കേരള ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാവോയിസ്റ്റ് സംഘടനയിൽ അംഗമാകുന്നതിന്റെ പേരിൽ മാത്രം ഒരാളെ കുറ്റക്കാരനായി കാണാനാകില്ലെന്നും അക്രമമാർഗം അവലംബിച്ചാൽ മാത്രമേ നടപടി എടുക്കാവൂ എന്നുമാണ് കോടതിയുടെ നിർദ്ദേശം. മാവോയിസ്റ്റിൽ വിശ്വസിക്കുന്നതോ ആഭിമുഖ്യം പുലർത്തുന്നതോ ഒരു കുറ്റമായി കാണാനാവില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ്. മാവോയിസ്റ്റ് സംഘടനകളിൽ അംഗമാകുന്നതിന്റെ പേരിൽ പോലും ആളുകളെ വേട്ടയാടുകയാണ് പോലീസ്. അതിൽ കേരള പോലീസെന്നോ മഹാരാഷ്ട്ര പോലീസെന്നോ വ്യത്യാസമില്ല. മാവോയിസ്റ്റ് കൊടും ഭീകരൻ എന്ന മട്ടിലാണ് മലയാളിയായ മുരളി കണ്ണമ്പള്ളിയെ മഹാരാഷ്ട്ര പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇക്കഴിഞ്ഞ 9-ാം തീയതി മഹാരാഷ്ട്രയിൽ അറസ്റ്റിലാകുന്നതുവരെ മുരളി കണ്ണമ്പള്ളി കേസുകളിലൊന്നും പ്രതിയായിരുന്നില്ല. മാവോയിസ്റ്റ് നേതാവ് എന്നതിനപ്പുറം രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുമില്ല. പക്ഷേ അറസ്റ്റ് കഴിഞ്ഞതോടെ ചില പുതിയ കേസുകൾ മുരളിയുടെ പേരിൽ ഇപ്പോൾ കണ്ടെത്തി കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കുന്നത്. മുരളി കണ്ണമ്പള്ളി ഒരു മാവോയിസ്റ്റ് പ്രവർത്തകരാണെന്ന് ഇന്നലെ വരെ അയാൾ മറ്റ് CPML പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട സംഘടനകളിൽ പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ അയാളെ രാഷ്ട്രീയമായിട്ടാണ് അയാളുടെ പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ വ്യാജരേഖ ചമച്ചിട്ടുണ്ട് എങ്ങനെയാണെങ്കിൽ പോലീസിന് തെളിവുണ്ടെങ്കിൽ അതനുസരിച്ച് കാര്യങ്ങൾ നീക്കുക. അത് രാഷ്ട്രീയമായൊരു പ്രശ്നമല്ല. അയാളുടെ രാഷ്ട്രീയ നയം നടപ്പിലാക്കുന്നതിന് വേണ്ടി അയാൾ ചെയ്ത പ്രവർത്തനങ്ങൾ നിയമപരമായിട്ട് തെറ്റുണ്ടെന്ന് സർക്കാരിന് ബോധ്യമാകുകയാണെങ്കിൽ, പോലീസിന് ബോധ്യമാണെങ്കിൽ അത് നടപടി സ്വീകരിക്കുക. പക്ഷേ ഇതൊരു രാഷ്ട്രീയ വേട്ടയാടലാകുമ്പോഴത്തേക്കും ഞങ്ങൾ അതിനെ എതിർക്കുന്നു. മാവോയിസ്റ്റ് ബന്ധത്തിന്റെ പേരിൽ അറസ്റ്റിലായവർ പിന്നീട് പുറം ലോകം കണ്ടിട്ടില്ലാത്ത സംഭവങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. പോലീസ് സേനയുമായുള്ള വ്യാജ ഏറ്റുമുട്ടലുകളിൽ മരണപ്പെട്ടവർ അതിലേറെ. ഇവരിൽ മാവോയിസ്റ്റ് ബന്ധമുള്ളവരും ഇല്ലാത്തവരും അക്രമ സംഭവങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരും ഒക്കെയുണ്ട്. കയ്യിൽ കിട്ടിയാൽ പിന്നെ മാവോയിസ്റ്റ് ബന്ധം ഉണ്ടാക്കുന്നതിനോ പുതിയ കേസുകൾ കെട്ടിവെക്കുന്നതിനോ ഒന്നും പോലീസിനെ പ്രത്യേകം പഠിപ്പിക്കേണ്ടതില്ല. ഇതെല്ലാം പരിഗണിച്ചു തന്നെയാകണം കേരള ഹൈക്കോടതിയുടെ വിധി. പക്ഷേ നമ്മുടെ സർക്കാർ ഈ വിധിയെ ചോദ്യം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കോടതി വിധി നമുക്ക് പലതരത്തിലുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അത് നിയമപരമായി നിലനിൽക്കുന്നതാണോ എന്ന് സംശയമുണ്ട്. അപ്പോൾ വിധിയുടെ പൂർണ്ണ വിവരം വാങ്ങിയ ശേഷം അതിനെപ്പറ്റി നിയമവിദഗ്ധന്മാരുമായി ആലോചിച്ച് അപ്പീൽ കൊടുക്കുന്നതിനെ പറ്റിയാണ് ഗവൺമെൻറ് ഇപ്പോൾ ആലോചിക്കുന്നത്. മാവോയിസ്റ്റുകൾ എന്ന് പറഞ്ഞ് ഒരാളെ വേട്ടയാടാൻ അധികാരമില്ലെന്നുള്ളതാണ്. കാരണം ഒരു വ്യക്തി എന്ന രീതിയിൽ, ഒരു പൗരൻ എന്ന രീതിയിൽ അയാൾക്ക് താൻ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഏത് കാര്യങ്ങളും സ്വീകരിക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ടെന്നാണ് ഭരണഘടന അനുശാസിക്കുന്നത്. പക്ഷേ അത്
പ്രവൃത്തിയിൽ വരുത്തുമ്പോൾ നിലവിലുള്ള നിയമങ്ങൾക്കെതിരായിട്ടാണെങ്കിൽ ഭരണകൂടത്തിന്, ഗവൺമെന്റിന് നടപടികൾ സ്വീകരിക്കാം. പരാതി രണ്ടാണ്. പശ്ചിമഘട്ട സംരക്ഷണം പ്രധാന മുദ്രാവാക്യമാക്കി സമരം നടത്തിയ രൂപേഷിനെയും സംഘത്തെയും മാവോയിസ്റ്റുകൾ എന്ന പേരിൽ തന്നെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തതും ചോദ്യം ചെയ്തു വരുന്നതും. ഇവരെ രാജ്യദ്രോഹികൾ എന്ന പോലെ കൈകാര്യം ചെയ്യുമ്പോൾ സർക്കാർ മറുപടി പറയേണ്ട ചില ചോദ്യങ്ങളുണ്ട്. കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പേരിൽ കേരളത്തിലെ മലയോരങ്ങളിൽ ഉണ്ടായ അക്രമ സംഭവങ്ങളിലെ കുറ്റവാളികൾക്കെതിരെ ആര് നടപടിയെടുത്തു? പൊതുമുതൽ നശിപ്പിക്കുകയും വനം വകുപ്പിന്റെ ഓഫീസ് തന്നെ തകർത്ത് തീയിടുകയും ചെയ്ത സംഭവങ്ങളിൽ വരെ എത്ര പേരെ നിയമത്തിന് മുന്നിലോ പോലീസിന് മുന്നിലോ കൊണ്ടുവരാൻ നമ്മുടെ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്? സമൂഹത്തിലെ അസന്തുലിതാവസ്ഥയ്ക്കൊപ്പം അഴിമതിയും വർദ്ധിച്ചതാണ് മാവോയിസ്റ്റുകളുടെ എണ്ണം പെരുകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. എന്നാൽ അഴിമതിക്കെതിരെയുള്ള ശബ്ദമില്ലാതാക്കിയാൽ അഴിമതി ഇല്ലാതാകുമോ? അങ്ങനെയും കരുതുന്ന ചിലരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. സർക്കാർ മേഖലയിലും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സ്വകാര്യ കോളേജിലെ അധ്യാപക നിയമനത്തിലും വിദ്യാർത്ഥി പ്രവേശനത്തിലും എന്ന് വേണ്ട ജീവിതത്തിലെ മിക്കവാറും മേഖലകളിലും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സത്യം പറഞ്ഞാൽ ജനങ്ങളുടെ അഭിപ്രായത്തിൽ അഴിമതി കുറയുകയില്ല, കൂടിക്കൊണ്ടിരിക്കുക. AK ആന്റണി പറഞ്ഞ ഈ പച്ചപരമാർത്ഥത്തിന്റെ പേരിൽ നാട്ടിൽ എന്തൊക്കെ പുകിലാണ് നടന്നത്? സർക്കാരിനെ തന്നെ അട്ടിമറിക്കാനാണോ എന്ന് ചിലർ ഭയന്നു. മാനേജർമാർ ചാടിയിറങ്ങി. AK ആന്റണി പറഞ്ഞത് സർക്കാരിനെ കുറിച്ചല്ലെന്നും ഇപ്പോഴത്തെ അഴിമതിയെക്കുറിച്ചല്ലെന്നും പറഞ്ഞു വെച്ചു. ഇനി തൽക്കാലം ആരും അഴിമതിയെക്കുറിച്ച് മിണ്ടരുതെന്നും തീരുമാനിച്ചു. അങ്ങനെ കോൺഗ്രസ് നേതാക്കന്മാർ തമ്മിലുണ്ടാക്കിയ ധാരണയോടെ കേരളത്തിലെ അഴിമതി പെട്ടെന്ന് സ്വിച്ചിട്ട പോലെ അവസാനിച്ചെന്ന് ജനം കരുതിക്കോളുമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ വിചാരം. ഏതായാലും അത്രയ്ക്ക് മണ്ടന്മാരല്ല ഈ നാട്ടിലുള്ളവർ. അഴിക്കും തോറും മുറുകുന്ന കുരുക്ക് പോലെയാണ് അഴിമതിക്കാര്യത്തിൽ സർക്കാരിന്റെ പ്രതിച്ഛായ. ആരോപണ വിധേയരായവരുടെ പക്ഷം ചേർന്ന് നിന്നാൽ പ്രതിച്ഛായ മോശമാകുന്നതിന്റെ കാരണം പിന്നെ വേറെ അന്വേഷിക്കേണ്ടതില്ല. ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ മണി സാറിന് എതിരെ ഒരു ചെറിയ ഇതുപോലും ഇല്ല. അല്ല, കയ്യിൽ ഒന്നുമില്ലാതെ ആക്ഷേപം പറഞ്ഞേച്ച് പിന്നിരുന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതിന്റെ റിസൾട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് അതെല്ലാം മാറും. കാരണം ഇതുവരെയുള്ള തെളിവെടുപ്പിന്റെ രേഖകൾ വെച്ച്, പിന്നെ വിവരങ്ങൾ വെച്ച് നോക്കിയാൽ അദ്ദേഹത്തിന് എതിരെ ഒരാൾ പോലും പറഞ്ഞിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഒരാൾ ഒരു സൂചന തന്നാൽ നിങ്ങൾ വെറുതെ വെച്ചേക്കുമോ? ബ്രേക്കിംഗ് ന്യൂസും ഹെഡ്ലൈനും ഒക്കെ ആയിട്ട് മാറ്റത്തില്ലേ? ഒന്നും കണ്ടില്ല. ഞാൻ ബ്രേക്കിംഗ് ന്യൂസ് കാണാത്തതുകൊണ്ടാണ് ഇത് പറയുന്നത്. അഴിമതിയുമായോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ക്രമക്കേടുകളുമായോ ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാം. ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതിനുള്ള നമ്മുടെ സർക്കാരുകളുടെ ആത്മാർത്ഥത നേരിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ആദ്യം ഏറ്റവും ചൂടേറിയ വിഷയമായ മലബാർ സിമന്റ്സ് അഴിമതിയിൽ തന്നെ തുടങ്ങാം. ബാർ കേസിൽ ആകെ നാറിയ സർക്കാരിന് വീണുകിട്ടിയ അവസരമായിരുന്നു മലബാർ സിമന്റ്സിലെ അഴിമതിയിലും ക്രമക്കേടിലും മുൻ വ്യവസായ മന്ത്രിയും CPM നേതാവുമായ എളമരം കരീമിന് പങ്കുണ്ടെന്ന ആരോപണം. പക്ഷേ അത് ഫലപ്രദമായി എടുത്തുപയോഗിക്കാൻ കഴിയുന്നില്ല. മറ്റൊന്നുമല്ല, അന്വേഷിച്ചെന്നാൽ ഒടുവിൽ തങ്ങളും കുടുങ്ങുമോ എന്ന പേടി. ഇതിനിടയിലാണ് അഴിമതി കേസ് CBI അന്വേഷണത്തിന് വിടണമെന്ന തീരുമാനവും UDF സർക്കാരിന്റെ കാലത്ത് അട്ടിമറിക്കപ്പെട്ടുവെന്ന വസ്തുത പുറത്തു വന്നത്. അഴിമതിക്കാർക്കെതിരെ അന്വേഷണം വേണ്ടതല്ലേ? അഴിമതിക്കെതിരെ ആത്മാർത്ഥമായ നിലപാടുണ്ടെങ്കിൽ UDF ആയാലും LDF ആയാലും അഴിമതിക്കാരെ കണ്ടുപിടിക്കേണ്ടതല്ലേ? പക്ഷേ ഇതൊക്കെ ചോദിച്ചാൽ കിട്ടുന്ന മറുപടികൾ കൃത്യതയോ വ്യക്തതയോ ഇല്ലാത്തതാണ്. എനിക്ക് നേരിട്ടറിയാൻ പറ്റാത്ത കാര്യമാണ്. നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ ഒരു സ്വഭാവം അറിയാമല്ലോ. ഞാനങ്ങനെ ചാടിക്കയറി എന്തെങ്കിലും കയറി പറയുന്ന കൂട്ടത്തിലല്ല. എനിക്ക് കൂടെ ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാകണം. അതുകൊണ്ട് ഞാനിതിനെ ഒന്നും രാഷ്ട്രീയമായിട്ടല്ല കാണുന്നത്. അത് നിയമപരമായിട്ട് അതിൻ്റെ നടപടികൾ ഉണ്ടാകും. അഴിമതിയെക്കുറിച്ചുള്ള അന്വേഷണം ഏതെങ്കിലും ഒരു കാലത്തേക്ക് മാത്രമാക്കി ഒതുക്കിയാൽ പോരാ എന്ന് BJPക്കാർ കൂടി പറഞ്ഞതോടെ സർക്കാർ അപകടം മണത്തു. നരേന്ദ്രമോദി സർക്കാരിന്റെ CBI അന്വേഷിക്കാൻ വന്നാൽ ചിലപ്പോൾ വാദി പ്രതിയാകും. എങ്കിൽ തൽക്കാലമൊന്നും മിണ്ടണ്ട. ബാർ കോഴക്കേസ് എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി തീർക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. പുതിയ പുലിവാല് പിടിക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇതിനിടയിൽ അഴിമതി നടത്തിയവർ ആരായാലും അവർക്കെല്ലാം രക്ഷപ്പെടാനുള്ള ചെറിയ പഴുതല്ല, വിശാലമായ വാതിലുകളാണ് തുറന്നു കിട്ടുന്നത്. ഇപ്പോൾ കണ്ടത് അന്വേഷണ കാര്യത്തിൽ മുട്ടാപ്പോക്ക് പറയുന്ന കാര്യം. എന്നാൽ
അഴിമതി കേസിൽപ്പെട്ട ഒരാളെ സസ്പെൻഡ് ചെയ്യാൻ പോലും തയ്യാറല്ല നമ്മുടെ ഭരണക്കാർ. അഴിമതി തടയുന്നതിൽ അത്രയ്ക്കുണ്ട് ആത്മാർത്ഥത. ഈ സർക്കാരിന്റെ കാലത്ത് അഴിമതി നടന്ന സ്ഥാപനമാണ് കൺസ്യൂമർ ഫെഡ്. സാധാരണക്കാർക്ക് മിതമായ നിരക്കിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനമാണ് കൺസ്യൂമർ ഫെഡ്. എന്നാൽ ആ സ്ഥാപനത്തിന് തന്നെ പോക്കറ്റ് അടിക്കുന്ന രീതിയിലാണ് ചിലർ പ്രവർത്തിച്ചത്. പരാതികളെ തുടർന്ന് നടന്ന അന്വേഷണത്തിൽ വിജിലൻസ് സംഘം ക്രമക്കേടുകൾ കണ്ടെത്തി. മാനേജർ റിജി നായരെ പ്രതിയാക്കി കേസുമെടുത്തു. ഉടൻ തന്നെ മാനേജിംഗ് ഡയറക്ടറെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വിജിലൻസ് സർക്കാരിന് കത്ത് നൽകി. പക്ഷേ വർഷം ഒന്ന് കഴിഞ്ഞിട്ടും വിജിലൻസ് കേസിൽ പ്രതിയായ ഉദ്യോഗസ്ഥന് ഒന്നും സംഭവിച്ചില്ല. ആകെ ഉണ്ടായത് അദ്ദേഹത്തെ കൺസ്യൂമർ ഫെഡിൽ നിന്ന് മാറ്റി സ്വന്തം ലാവണമായ ജലസേചന വകുപ്പിലേക്ക് തിരിച്ചയച്ചു എന്നത് മാത്രമാണ്. നാണക്കേട് ഒഴിവാക്കാൻ വിജിലൻസ് ഡയറക്ടർ വീണ്ടും ഒരു കത്തുകൂടി സർക്കാരിന് അയച്ചു. വിഷയം റിജി നായരുടെ സസ്പെൻഷൻ തന്നെ. എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. ഇതോടെ ഒരു കാര്യം മനസ്സിലായി: റിജി നായരെ സംരക്ഷിച്ചു നിർത്തുന്ന കാര്യത്തിൽ മാത്രമാണ് സർക്കാർ വിജിലന്റ് എന്ന്. സസ്പെൻഷൻ പോയിട്ട് പരാതി കേൾക്കുന്നതിലും നടപടിയെടുക്കുന്നതിലും പോലുമുണ്ട് രാഷ്ട്രീയ പക്ഷപാതിത്വം. ഇത് ശങ്കർ രാമൻ, അനുഗ്രഹീത അഭിനേത്രി ശ്രീവിദ്യയുടെ സഹോദരൻ. കഴിഞ്ഞ ദിവസം ഒരു പരാതിയുമായി നമ്മുടെ മുഖ്യമന്ത്രിയെ കാണാനെത്തി. ശ്രീവിദ്യയുടെ പേരിലെ സ്വത്തുക്കൾ ചേർത്ത് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കണമെന്നാണ് മരണത്തിന് മുൻപ് ശ്രീവിദ്യ വിൽപത്രത്തിൽ എഴുതിവെച്ചത്. കൂടാതെ തനിക്കും മക്കൾക്കും 5 ലക്ഷം രൂപ വീതം നൽകണമെന്നും 2 പരിചാരകർക്ക് ഓരോ ലക്ഷം രൂപ വീതം നൽകണമെന്നും വിൽപത്രത്തിലുണ്ടായിരുന്നു. ഇതിനെല്ലാം ചുമതലപ്പെടുത്തിയിരുന്നത് മുൻ മന്ത്രി KB ഗണേഷ് കുമാറിനെയായിരുന്നു. ഗണേഷ് കുമാർ ഇതൊന്നും ചെയ്തില്ലെന്നും ശ്രീവിദ്യയുടെ സ്വത്ത് സ്വന്തമാക്കി വച്ചിരിക്കുന്നുവെന്നുമാണ് ശങ്കർ രാമന്റെ പരാതി. Trust has been formed as per the will for namesake. It has not functioned at all after that, and so with the result, the benefit to go to the poor people who cannot afford to learn dance and music, and my children, everybody is denied of their benefits, and there is I can't think of any reason for it. ശ്രീവിദ്യയുടെ സഹോദരന്റെ പരാതി DGP കൈമാറിയിട്ടുണ്ട്. കേരളത്തിലെ പോലീസിനെയും സർക്കാരിനെയും വിശ്വാസമില്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല, ഇത്തവണ ലോകായുക്തയ്ക്കും പരാതി നൽകിയിട്ടുണ്ട്. ശങ്കർ രാമന്റെ പരാതിക്ക് പരിഹാരമുണ്ടാക്കേണ്ടത് തന്നെയാണ്, സംശയമില്ല. പക്ഷേ ശങ്കർ രാമൻ ഇതാദ്യമായല്ല പരാതിയുമായി കേരളത്തിൽ വരുന്നത്. ഇതേ ആവശ്യവുമായി ഇതേ മുഖ്യമന്ത്രിയെ തന്നെ മുൻപ് കണ്ടിട്ടുമുണ്ട്. അന്ന് ഒന്നും സംഭവിച്ചില്ല. First time when I approached the CM, he said that Mr. Ganesh Kumar was not here. At that time he was a minister. He had gone to London to attend the Olympics, to see the Olympics. As soon as he comes back, he said he would take up the issue. But thereafter, I believe he has denied the whole thing, so nothing could be done. Now once again I have gone now and given a petition that, but now this time he said that he will definitely look into the issue. He will conduct a proper inquiry through the DGP and bring out all the facts, whether anything has gone wrong somewhere, has he done anything worthwhile, which I don't think he has done anything. KB ഗണേഷ് കുമാർ അന്ന് മന്ത്രിയായിരുന്നു, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ. ഇന്നിപ്പോൾ KB ഗണേഷ് കുമാർ മന്ത്രിസഭയിൽ ഇല്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പാർട്ടി മുന്നണിക്ക് തന്നെ പുറത്തുമാണ്. അവിടം കൊണ്ടും തീരുന്നില്ല. പൊതുമരാമത്ത് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുകയും ലോകായുക്തയിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള KB ഗണേഷ് കുമാറിനെതിരെ ഇപ്പോൾ കിട്ടിയ പരാതി കാര്യമായി തന്നെ പരിഗണിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയും സർക്കാരും പോലീസും. ഭരണം എങ്ങനെയായാലും എത്രയൊക്കെ ആരോപണം കേട്ടാലും കുഴപ്പമില്ല. നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ഫ്ലെക്സ് ബോർഡുകളിൽ കയറി ചിരിച്ചങ്ങനെ ഇരിക്കണം. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെയുള്ള ഒരു ദൗർബല്യമാണത്. ഏതായാലും ഈ ഫ്ലെക്സ് ബോർഡുകളെല്ലാം കീറാൻ ചീഫ് സെക്രട്ടറിയുടെ പട്ടാളം വരുന്നുണ്ടെന്നാണ് ഭീഷണി. നാട്ടിലെമ്പാടും ഫ്ലെക്സ് വിപ്ലവമാണ്. അനുമോദിക്കാനും ആശീർവദിക്കാനും അനുശോചിക്കാനും എല്ലാം ഫ്ലെക്സ്. ഒരു ഘട്ടത്തിൽ സർക്കാർ തന്നെ ഫ്ലെക്സ് നിരോധിച്ചു. അതേപോലെ തീരുമാനം പിൻവലിച്ചു. മറ്റൊരിക്കൽ ഫ്ലെക്സ് നശിപ്പിക്കലിന് മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്തു. KPCC പ്രസിഡന്റും ഫ്ലെക്സ് വിരോധിയായി മാറിയതോടെ കേരളം ഈ അശ്ലീല കാഴ്ചകളിൽ നിന്നും അസൗകര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുമെന്നാണ് വിചാരിച്ചത്. ഞാൻ KPCC പ്രസിഡന്റായി ചുമതലയേറ്റപ്പോൾ തന്നെ ഫ്ലക്സിൻ്റെ ഉപയോഗം നിരുത്സാഹപ്പെടുത്തണം, ഒഴിവാക്കണം എന്ന് പറഞ്ഞിരുന്നു.
ആ നയവുമായി മുന്നോട്ട് പോവുകയാണ്. ഇവർ ജനപക്ഷ യാത്ര എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ചും ഈ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുമ്പോൾ ഒരു കാരണവശാലും ഫ്ലക്സ് പാടില്ല എന്ന് തന്നെ കർശനമായി നിർദ്ദേശിക്കുന്നു. ഈ പറഞ്ഞവർ തന്നെ ഏറ്റവും അധികം സഞ്ചരിക്കുന്ന തിരുവനന്തപുരം നഗരത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഇവരുടെ വാക്കുകൾക്ക് എന്താണ് വില? ഇനിയിപ്പോൾ ഇതെല്ലാം മാറ്റാൻ നടപടിയെടുക്കുമെന്നാണ് ചീഫ് സെക്രട്ടറിയുടെ പ്രഖ്യാപനം. അതെങ്കിലും നടപ്പിലായി കണ്ടാൽ മതിയായിരുന്നു. സിറ്റിയുടെ എല്ലാ ഭംഗിയും നശിപ്പിച്ച അനധികൃതമായിട്ട് ഏത് സ്ഥലത്ത് വേണമെങ്കിലും കൊണ്ട് ഹോർഡിംഗ് വയ്ക്കാം, എവിടെ വേണമെങ്കിലും ആർച്ച് വയ്ക്കാം, യാതൊരു മര്യാദയുമില്ലാതെ ഇത് സിറ്റിയുടെ മുഖം വികൃതമാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഇതുകൊണ്ട് തീരുമാനം എടുത്തു കഴിഞ്ഞു. നമ്മുടെ നാഷണൽ ഹൈവേയിലുള്ള എല്ലാ ഹോർഡിങ്സും മാറ്റണം. ചീഫ് സെക്രട്ടറിയുടേതല്ലെങ്കിലും ചീഫ് സെക്രട്ടറിയുടെ മൂക്കിന് താഴെ അതായിരിക്കുന്നു സെക്രട്ടേറിയറ്റിനുള്ളിൽ പടുകൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ. ഫ്ലക്സ് ബോർഡുകളിൽ പടം വരുന്നത് നാണക്കേടാകുന്ന ഒരു അവസ്ഥയിലെത്തിയാലെങ്കിലും ഇതിൽ നിന്ന് നമുക്കൊരു മോചനമുണ്ടാകുമോ ആവോ? ജാഥകളും ഉപരോധങ്ങളുമെല്ലാം നമ്മുടെ നാട്ടിൽ സാധാരണക്കാർക്ക് എപ്പോഴും ഒരു തലവേദനയാണ്. എന്നാൽ ആർക്കും ഒരു തലവേദനയും ഉണ്ടാക്കാതെ ചില ജാഥകളും നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. UDFന്റെ മേഖലാ ജാഥകൾ. ചില കാഴ്ചകൾ. The most immediate principle regarding the strength, കരുത്തിന്റെ ഏറ്റവും വലിയ പിൻബലം നമ്മുടെ തീരുമാനങ്ങളുടെ ശേഷിയാണ്. ഉറക്കെ നിൽക്കുമെന്നും ഉറച്ചു നിൽക്കുമെന്നും പറയാനുള്ള, അത് നടത്താനുള്ള ശേഷിയാണ്. ആ ശേഷിയിൽ നെയ്യാറ്റിങ്കര പിന്നിലാവുകയില്ല. ഈ സമ്മേളനം വെയിലായതുകൊണ്ട്, രാവിലെ ആയതുകൊണ്ട്, ആളുകൾക്ക് വർക്കിംഗ് ഡേ ആയതുകൊണ്ട്, പല പ്രാരാബ്ദങ്ങളുള്ള ആളുകൾക്ക് ഒരു പക്ഷേ ഇവിടെ കൂടാൻ ഇപ്പോൾ കഴിഞ്ഞില്ല എങ്കിൽ പോലും ഇതിന്റെ വാശി തീർത്തുകൊണ്ട് ഇവിടെ UDFന്റെ യോഗം താമസിയാതെ നടത്താൻ ശ്രീ സോളമൻ അലക്സ് നയിക്കുന്ന ജില്ലയിലെ UDFന് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പറയാതെ വയ്യ വീണ്ടും അടുത്തയാഴ്ച. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക. പ്രൊഡ്യൂസർ പറയാതെ വയ്യ, മനോരമ ന്യൂസ്, തമ്പാനൂർ, തിരുവനന്തപുരം.